YMC മതിലകവും വൈദ്യരത്നം ആയുർവേദ ഹോസ്പിറ്റലും സംയുക്തമായി മതിലകം OLF GHS സ്കൂളിന്റെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷമുള്ള പല വൈദ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രോഗത്തിൻ്റെ എണ്ണം കൂടി വരുന്നു. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാളെ കണ്ടെത്താനേ കഴിയില്ലാത്ത അവസ്ഥയാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ അതിന് മുമ്പുണ്ട് എന്നുള്ളതൊന്നും ഞാൻ സൂചിപ്പിക്കാണ്ടല്ലത് നമുക്കറിയാം. എന്നാൽ 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ ടെസ്റ്റ് ചെയ്താൽ ഇത് ഏതെങ്കിലുമൊക്കെ ഉറപ്പായും ഉണ്ട് എന്ന് വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അതിന് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പറയാനുണ്ടാവും. ഭക്ഷണത്തിൻ്റെ പ്രശ്നം പറയാനുണ്ടാവും, വ്യായാമത്തിൻ്റെ പ്രശ്നം പറയുന്നതൊക്കെ അതുപോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, പ്രകൃതിയുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് പലതരത്തിലുള്ള വലിയ അസുഖങ്ങൾ കൂടി നമ്മൾ പെടുത്തും. ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അന്ന് ആ പ്രദേശത്തുകാർ ഉറങ്ങുന്ന വിഷയമില്ല, പേടിച്ചിട്ട്. ഇപ്പോൾ മിക്കവാറും ആശുപത്രി കൊണ്ടുപോയി ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സാധാരണ തലവേദന പനി പോലെ ഉള്ള രീതിയിലേക്ക് കാര്യങ്ങളാകുകയാണ്. ഒരു വാർഡിൽ പോലും 15 തുടങ്ങി 50 പേരൊക്കെ ഉള്ള ക്യാൻസർ രോഗികൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് ബോധ്യപ്പെടും. ക്യാൻസർ മാത്രമല്ല, കരൾ രോഗം ബാധിക്കുന്നവർ, വൃക്കരോഗം ബാധിക്കുന്നവർ, ഡയാലിസിസ് ചെയ്യുന്ന യൂണിറ്റുകൾക്കൊന്നും മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലുള്ള യൂണിറ്റുകൾക്ക് അവർക്ക് പേഷ്യൻറ്റിനൊക്കെ ബുക്ക് ചെയ്തിടുകയാണ്. ഡയാലിസിസിനൊക്കെ ദിവസം മാസങ്ങളോളം നിന്നിട്ടാണ് ചെയ്യാൻ കഴിയുന്നത്. YMC പ്രസിഡന്റ് OA ജെൻറിൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, മതിലകം ജുമാ മസ്ജിദ് ഖത്തീബ് ഡോക്ടർ അബ്ദുൽ സലാം ഫൈസി, മതിലകം സെന്റ് ജോസഫ് ദേവാലയം വികാരി ഫാദർ ജോസഫ് മാളിയേക്കൽ, മതിലകം IC കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ മനീഷ, CDS ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ, YMC സെക്രട്ടറി മാർട്ടിൻ പെരേര എന്നിവർ സംസാരിച്ചു. It gives me immense pleasure to express my appreciation for the invaluable experiences my child has encountered at Holy Grace Academy, especially the influence of Manipuri teachers. And this initiative has showcased the school's determination to instill values of diversity and unity in our children. കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വീക്കെൻഡ് ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും. അവരുടെ അക്കാദമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇംപ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. And now I have been witnessing the developmental change in my son. Your teachers work collaboratively with kids to enhance their academic knowledge as well as their life skills. I really express my gratitude to Holy Grace family for providing a truly international curriculum to my son.